ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. നമ്മൾ ഇതുവരെ റാസകുർബാനയിൽ ശ്രദ്ധിക്കേണ്ട, മനസ്സിരുത്തേണ്ട പൊതുവായ നിർദ്ദേശങ്ങളാണ് കണ്ടത്. ഇന്ന് ആഘോഷപൂർവകമായ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുമുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നമുക്കതിൽ ചിലതെല്ലാം കാണാം. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. അതിൻ്റെ പാട്ട് രൂപമാണ് അന്നാപ്പസഖ തിരുനാളിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. സുറിയാനി കുറച്ചുകൂടി കേമമാണ്. പുക്താന ഹോൻ പുക്താനത് മിശിക. ഞാൻ ബലിയർപ്പിക്കട്ടെ, മിശികയുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും ഞാൻ ബലിയർപ്പിക്കട്ടെ എന്ന് വൈദികൻ ചോദിക്കുകയാണ്. ഞാൻ ബലിയർപ്പിക്കട്ടെ ജനങ്ങളോട്. അപ്പോൾ ജനങ്ങൾ മറുപടി പറയാണ്, മിശികയുടെ കൽപ്പനയാണല്ലോ, മിശികയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. ഈ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞിട്ട് ചിലർ തുടങ്ങും. അതായത് കുർബാന ആരംഭിക്കാനായിട്ട് ജനങ്ങളുടെ അനുവാദമൊന്നും ആവശ്യമില്ല, മിശിഹയുടെ കൽപ്പന ആവശ്യമില്ലാത്ത പോലെ. ഈ ലത്തീൻ സഭയിലെ കുർബാന ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ യൂറോപ്പിലത്തെ കാര്യം പറയാം. എൻട്രൻസ് സോങ് ഇല്ലെങ്കിൽ, അതായത് പ്രവേശഗാനമില്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന തുടങ്ങാൻ ലത്തീൻ സഭയിൽ സാധിക്കില്ല. ഓരോ ദിവസത്തിനും ആൻറ്റിഫൺ ഉണ്ട്. ആ ആൻറ്റിഫൺ ചൊല്ലിയതിന് ശേഷമേ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും വയ്ക്കാൻ പറ്റൂ. പ്രവേശഗാനമുണ്ടെങ്കിൽ പ്രവേശഗാനമാണ് ആൻറ്റിഫൺ. അത് ലത്തീൻ സഭയിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വെച്ചല്ല കുർബാന ആരംഭിക്കുന്നത്. അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതക്കാർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് അനുവാദം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജോഷി മയ്യാട്ടിലച്ഛനും മറ്റൊക്കെ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ, ലത്തീൻ സഭയിൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ലത്തീൻ സഭയിൽ കുർബാനയെയും നിങ്ങൾ അവഹേളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ലത്തീൻ സഭയിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും വെച്ചല്ല കുർബാന ആരംഭിക്കുന്നത്. പ്രവേശക ഗാനം അതിൻ്റെ കുർബാനയുടെ അവിഭാജ്യ ഘടകമാണ്. അതില്ലെങ്കിൽ ഓരോ ദിവസത്തിനും ആൻറ്റിഫൺ ഉണ്ട്. അത് ചൊല്ലുന്നതിന് ശേഷമേ പറ്റൂ. സുറിയാനി കത്തോലിക്ക സഭയിൽ പിതാവിനും പുത്രനും വെച്ച് തുടങ്ങുന്ന പരിപാടിയേ ഇല്ല. അത് പ്രിന്റ് ചെയ്യാനും പാടില്ല, തക്സിൽ പ്രിന്റ് ചെയ്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ്? ജനങ്ങളോട് ചോദിക്കുകയാണ്, പുക്താന ഹോൻ, ഞാൻ ബലിയർപ്പിക്കട്ടെ. അപ്പോൾ ജനങ്ങൾ മറുപടി പറയാണ്, പുക്താനത് മിശിക, മിശികയുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. ഇത് എന്തൊരു ദൈവശാസ്ത്രപരമായ ഇതാണ്. ക്രിസ്തുവിൻ്റെ 4 ശരീരങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ 4 ചക്രവാളങ്ങൾ തമ്മിലുള്ള ബന്ധം, 4 മാനങ്ങൾ. അവന് ഇല്ലേ, നമ്മെപ്പോൾ ഒരു ശരീരം ഉണ്ടായിരുന്നു, പിന്നെ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ ഒരു രൂപാന്തരപ്പെട്ട ശരീരമുണ്ടായി, പിന്നെ അവൻ എല്ലാ ക്രിസ്ത്യാനികളുമായി ചേർന്നിരിക്കുന്നുണ്ട്, അതിനെ സഭാത്മക ശരീരം എന്ന് പറയുന്നു. പിന്നെ കൂദാശയിൽ അവൻ നൽകുന്നു കൗദാശിക ശരീരം. അപ്പോൾ അവൻ്റെ ഫിസിക്കൽ ബോഡി, റിസൺ ബോഡി, എക്ലേസിയൽ ബോഡി, മിസ്റ്റിക്കൽ ബോഡി എന്ന് പറയും അതിനെ. മൂന്നാമത് സാക്രമെൻ്റൽ ബോഡി. ഈ 4 ഒരേ ആൾ തന്നെയാണ്, പക്ഷെ 4 ചക്രവാളങ്ങളുണ്ട്, 4 മാനങ്ങളുണ്ട്, 4 തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൗദാശിക ശരീരം നൽകപ്പെടുന്നതിന് മുമ്പ് സഭാത്മക ശരീരത്തോട് ചോദിക്കുകയാണ്, ഈ വൈദികൻ ചോദിക്കുകയാണ്, പുക്താനഹോൻ, ഞാൻ ബലിയർപ്പിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന മിശിഹയുടെ കൽപ്പന അനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. സഭാത്മക ശരീരത്തോട് ചേർന്നാണ് ഈ വൈദികൻ നിൽക്കുന്നത്, ക്രിസ്തുവിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും എന്ന് തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ ചിലർ വാശി പിടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചില ഐച്ഛികങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ആദർശപൂർണ്ണമല്ല, അതല്ല ഐഡിയൽ. ഇങ്ങനെ ഈ പുക്താന ഹോൻ പുക്താനത് മിശിക, അതിന് പകരമായിട്ടുള്ള അതിൻ്റെ കൊടുത്തിരിക്കുന്ന മലയാളമാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം എന്നതിന് പകരം ഹ്രസ്വമായ ഒരു ആമുഖത്തോടെ കാർമികനെ കുർബാന ആരംഭിക്കാം. ലത്തീൻ സഭയിൽ അങ്ങനെയുണ്ട് ഇല്ലേ, തുടക്കത്തിലൊരു ചെറിയൊരു ആമുഖം വേണമെങ്കിൽ പറയാം. അത് വേണമെന്ന് വാശി പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഐച്ഛികം കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചെയ്യാം, കുർബാന ആരംഭിക്കാം, ആരംഭിക്കൂ എന്നല്ല, ആരംഭിക്കണം എന്നല്ല, ആരംഭിക്കാം താല്പര്യമുള്ളവർക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. 3 വേണ്ടത്. നമുക്കെല്ലാം 3 വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക സഭയിൽ. പരിശുദ്ധ തൃത്വത്തിലേക്ക് ഉള്ള സൂചന. ഇപ്പോൾ ബലിപീഠത്തിലേക്ക് 3 പടികളാണ്. കെസ്രോമയിൽ നിന്നും മധുബഹയിലേക്ക് 3 പടികൾ. അത് കാൽവരിയുടെ ചിഹ്നവുമാണ്, പരിശുദ്ധ തൃത്വത്തിൻ്റെ ചിഹ്നവുമാണ്. അപ്പം ഇങ്ങനെ ഈ പ്രതീകങ്ങൾ അതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ 2 പടിയായപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചാൽ, അവർക്ക് ഈ കത്തോലിക്ക സഭയുടെ ക്രിസ്തുധർമ്മത്തിൻ്റെ ബേസിക്കായുള്ള പ്രതീകങ്ങളോ ബേസിക്കായുള്ള വിശ്വാസ പ്രമാണമോ വിശ്വാസ സത്യങ്ങളോ വിശ്വാസ സംഹിതയോ അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
അല്ലെങ്കിൽ അറിയാമെങ്കിലും അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നിശ്ചയമില്ല എന്നാണ് അർത്ഥം. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. 3 ചൊല്ലുന്നതാണ്, 3 പ്രാവശ്യം ചൊല്ലുന്നതാണ് ആദർശപൂർണ്ണം. ആരംഭത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന പ്രാർത്ഥന, കാറോസുസർ സമാപന പ്രാർത്ഥന, കുർബാന സ്വീകരണത്തിന് ശേഷം വരുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകൾ, സമാപന ആശീർവാദം എന്നിവ പ്രോപ്രിയയിൽ നിന്ന് അവസരോചിതം തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രോപ്രിയ അല്ലേ, കാലമനുസരിച്ച് വരുന്ന പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട് പ്രോപ്രിയ. അതിൽ നിന്ന് അവസരോചിതം തിരഞ്ഞെടുക്കാം. സങ്കീർത്തനമാലയ്ക്ക് ഉചിതമായ ഏത് സങ്കീർത്തനവും തക്സയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. തക്സയിൽ സങ്കീർത്തനമാലയ്ക്ക് പകരം കൊടുത്തിട്ടുള്ള പാട്ടുകളുണ്ട്. തക്സയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. തോന്നിയ പാട്ടുകൾ പാടാൻ പാടില്ല. ഇനി അതിന് ഏതാനും പാദങ്ങൾ ചൊല്ലിയാലും മതി. സങ്കീർത്തനമാല മുഴുവൻ ചൊല്ലണമെന്ന് നിർബന്ധമില്ല. മുഴുവൻ ചൊല്ലുന്നതാണ് ഭംഗി, നല്ലത്, ആദർശം. പക്ഷേ ഏതാനും പാദങ്ങൾ ചൊല്ലിയാലും മതി, സമയത്തിൻ്റെയൊക്കെ ഇതനുസരിച്ച്. സാധാരണ കുർബാനയുടെ ആരംഭത്തിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിന്മേൽ പ്രതിഷ്ഠിക്കാവുന്നതാണ്. സാധാരണ കുർബാനയുടെ ആരംഭത്തിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിൽ പ്രതിഷ്ഠിക്കാം. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള പ്രദക്ഷിണവും ഹല്ലേലൂയ ഗീതവും ഉപേക്ഷിക്കാം. സുമാറ എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഗീതം ശരിക്കും വേണ്ടത് ബലിപീഠത്തിൽ ഇല്ലേ, സുവിശേഷ പുസ്തകം സ്ഥാപിച്ച് ബേമയിലേക്ക് വന്ന് പിന്നെ സുവിശേഷ വായനയ്ക്ക് മുമ്പ് പ്രദക്ഷിണമായി ധൂപക്കുറ്റിയും വിളക്കുമൊക്കെ ആയിട്ട് പോയി സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വായിക്കുക. അതിൻ്റെ ദൈവശാസ്ത്രമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വചന ശുശ്രൂഷ എമ്മൗസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് നടത്തി, അനാഫറ വീട്ടിൽ വെച്ച് നടത്തി. ആ കർത്താവിനെ അനുകരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ ഗ്രന്ഥം വഴിയിൽ ഇല്ലേ ബലിപീഠത്തിൽ നിന്നും ബേമയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രദക്ഷിണമൊക്കെ. അതെല്ലാം എല്ലാത്തിനും ബിബ്ലിക്കലായിട്ട് അർത്ഥമുണ്ട്. ഇതൊക്കെ വെറും ആചാരമല്ല, അനുഷ്ഠാനമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിളിലെ സംഭവങ്ങളോട് നമുക്ക് ബഹുമാനമില്ല, ആ സത്യങ്ങൾ നമ്മൾ ആദരിക്കുന്നില്ല എന്നർത്ഥം വരും. അത് സംഭവിക്കാതിരിക്കട്ടെ. സാധാരണ കുർബാനയുടെ ആരംഭത്തിൽ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി കൊണ്ടുവന്ന് വചനപീഠത്തിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ്. വേണമെങ്കിലാകാം. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള പ്രദക്ഷിണവും ഹല്ലേലൂയ ഗീതവും ഉപേക്ഷിക്കാം. ഇതൊക്കെ ഐച്ഛികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് കുർബാനയിലെ കുറേ പേർക്ക് ഇങ്ങനത്തെ പിടിവാശികൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇനി എല്ലാവരും ഉൾച്ചേർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഐക്യത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില വിട്ടുവീഴ്ചകളാണ് ചെയ്തിരിക്കുന്നത്. 6. ആഘോഷപൂർവകമായ കുർബാനയിൽ സർവാധിപനം കർത്താവേ, പരിപാവനം സർവേച്ച എന്നീ കീർത്തനങ്ങൾ 2 പ്രാവശ്യം പാടിയാലും മതി ആഘോഷപൂർവമായ കുർബാനയിൽ. അപ്പോൾ 2 പ്രാവശ്യം പാടുന്നുള്ളെങ്കിൽ രണ്ടാമത്തേത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്ന തൃത്വസ്തുതി കൂട്ടിച്ചേർത്ത് വേണം ആലപിക്കാൻ. അപ്പോൾ 1ഉം 2ഉം അല്ല വേണ്ടത്, 1ഉം 3ഉമാണ് ചൊല്ലേണ്ടതെന്ന് അർത്ഥം. പ്രസ്തുത കീർത്തനങ്ങൾ സാധാരണ കുർബാനയിൽ 1 പ്രാവശ്യം പാടിയാലും മതി. ഇങ്ങനെ പ്രത്യേക നിർദ്ദേശങ്ങൾ ആഘോഷപൂർവ്വ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുമുള്ള ചില ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തക്സയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ കുർബാന പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് പ്രിന്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് വായിച്ചാലും മതി. ഈ വീഡിയോ കേൾക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. എങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ പുസ്തകം വായിക്കാനും നേരം കിട്ടണമെന്നില്ല. ഈ വീഡിയോ ആണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അത് കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നിർബന്ധമാണ്, ഈ കാര്യങ്ങളെല്ലാം സഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെല്ലാം കാരണമുണ്ട്, അടിത്തറയുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ, എല്ലാവരും മനസ്സിലാക്കാൻ. എന്നോട് ചിലർ ചോദിച്ചു, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ? ഉണ്ട്, കുറേ പേരുണ്ട്. അതേസമയം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സഭ അച്ഛന്മാരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളും അവരും എല്ലാവരും ഒരുമിച്ച് സഭയെ പടുത്തുയർത്തുകയാണ്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി, പലതും നമ്മൾ വീണ്ടെടുത്തപ്പോൾ അതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ടായി, അതിൽ അങ്ങോട്ട് ചില പോരാട്ടങ്ങളുണ്ടായി. അതൊക്കെ ഒഴിവാക്കി നമുക്ക് കുറച്ചും കൂടി ഐക്യതയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഒത്തിരിയേറെ ആലോചിച്ചിട്ടാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് ഈ വൈദികരിൽ നിന്നാണെങ്കിലും ഒത്തിരി എളിമ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നിയ പോലെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് അഹങ്കാരമാണ്. സഭ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് വിനയം വേണം, എളിമ വേണം. ആ വൈദികർക്കത് ആ വിനയവും എളിമയും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കത് ഉണ്ടാകട്ടെ. സഭയെ അനുസരിക്കുന്നതിൻ്റെ ഒരു പുണ്യം
അച്ഛന്മാർക്കുണ്ടാകട്ടെ, നമുക്കുണ്ടാകട്ടെ. അങ്ങനെ അച്ഛന്മാരും വൈദികരും നമ്മളും അൽമാരും എല്ലാവരും ചേർന്ന് ഈ സഭയെ പടുത്തുയർത്തുന്ന പ്രക്രിയയിൽ പ്രസാദാത്മകമായിട്ട് നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.